നിയമത്തിന് മുന്നിൽ അവരെ ഒരു ദിവസം പോലും പുറത്തിറങ്ങാതെ അങ്ങനെ തന്നെ അവരെ അകത്തോട്ട് വിടണമെന്നുള്ളൊരു വാശി തന്നെയായിരുന്നു. പിന്നെ ഭഗവാനും അനുഗ്രഹിച്ചു. തെളിവുകളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. എല്ലാ സത്യസന്ധമായ തെളിവുകൾ കോടതിയിൽ എത്തിക്കാൻ പറ്റി. അതുപോലെ തന്നെ പ്രോസിക്യൂട്ടർ പ്രസന്റ് ചെയ്തു. അദ്ദേഹം വിശ്വസിച്ച പ്രസ്ഥാനം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതെ, അദ്ദേഹമെല്ലാം ഞങ്ങളും വിശ്വസിക്കുന്ന സംഘം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇവരുടെ മുന്നിലൊന്നും ഞാൻ കരഞ്ഞിട്ടില്ല, പബ്ലിക്കായിട്ടേ കരഞ്ഞിട്ടില്ല, കരയാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് കരയും. പിന്നെ കരച്ചിൽ പോലും എനിക്ക് സത്യം പറഞ്ഞ ഒരു വാശിയാണ്. ഉമ്മാരെ ഒരു ദിവസം പോലും പുറത്തിറക്കരുത് എന്നുള്ളൊരു വാശി എടുക്കുന്ന ഓർമ്മ തന്നെയാണ്. ഇപ്പൊ മോള് പറഞ്ഞു കണ്ടില്ലേ, മോളെ ദുഃഖം പോലെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖം. ഫുൾ ടൈം ചിരിച്ചു കാണുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു മനുഷ്യന് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഫസ്റ്റ് മനസ്സിലാക്കാൻ തന്നെ ഞങ്ങൾ കുറേ സമയമെടുത്തു. അവർ വളരെ വ്യക്തമായ പ്ലാനോട് കൂടിയാണ് വന്നത്. അല്ലാതെ അവർ റാൻഡമായിട്ട് വന്ന ഒരാളെ കൊന്നൊന്നുമില്ല. അവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. അവർ വന്ന് ചെയ്ത രീതികളും എല്ലാം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അവരത് ചെയ്യാൻ വേണ്ടി തന്നെ ഉറപ്പിച്ച് വന്നവരാണ്. അതവർ ചെയ്തിട്ട് പോയി. വിത്തിൻ നോ ടൈം അവർ ചെയ്തിട്ട് പോയി. ആ സമയത്ത് ഞാനുണ്ടായിരുന്നു. ഞാൻ ശബരിമലയിൽ നിന്ന് വന്ന് വളരെ ക്ഷീണിതനായിട്ട് മുകളിൽ കിടന്നുറങ്ങുവാണ്. ഞാൻ അമ്മയുടെയും ചേച്ചിയുടെയും നിലവിളി കേട്ടിട്ടാണ് ഞാൻ താഴത്തോട്ട് ഓടി വരുന്നത്. അച്ഛനെ അത്രയും ക്രൂരമായിട്ട് ഉപദ്രവിച്ചവർക്ക് ഈ ശിക്ഷ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ആ നിയമ പോരാട്ടത്തിനൊക്കെ ഒടുവിൽ ഇപ്പോൾ ഇത്രയും പേർക്ക് വധശിക്ഷ ലഭിച്ചതിൽ സന്തോഷം എന്നാണ് അവർ പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ ബോണിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.